ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ യുദ്ധത്തിൽ ആര് നേടി, ആർക്കാണ് കൂടുതൽ കോട്ടം തട്ടിയത് തുടങ്ങിയ കണക്കെടുപ്പുകൾ അന്താരാഷ്ട്ര വിദഗ്ധർ നടത്തുന്നുണ്ട്. അവർ സംഗ്രഹിക്കുന്നത് അമേരിക്ക അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രഹരം ഏറ്റുവാങ്ങി എന്നാണ്. ട്രംപിന് കണക്കിന് കിട്ടി. നെതന്യാഹുവിന്റെ ലക്ഷ്യങ്ങൾ തുറന്നു കാട്ടപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങൾ ദുർബലരായി. കനത്ത നഷ്ടങ്ങൾക്കിടയിലും ഇറാനാണ് വിജയ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും അത് സംഘർഷം അവസാനിപ്പിക്കുന്നില്ല. യുദ്ധത്തിൽ പങ്കെടുത്തത് അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളാണ്. എന്നാൽ വെടിനിർത്തലിന് രൂപം നൽകിയത് മറ്റുള്ളവരാണ്. ആരാണ് പോരാടിയത്, ആരാണ് മധ്യസ്ഥത വഹിച്ചത്, ഇതെല്ലാം യുദ്ധത്തിന്റെ ഗതിയെ ബാധിക്കുന്നു. യുദ്ധത്തിലെ വിജയ് ഇറാനാണ് എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. സൈനിക ബലം ഇനിയും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യത്തിനെതിരെ അത് തന്നെ ഒരു വിജയമാണ്. ഇറാന്റെ മിസൈലുകൾ പ്രവർത്തനക്ഷമമായി ഇപ്പോഴും തുടരുന്നു. കൂടാതെ ഹോർമുസ് കടലിടുക്ക് മുഴുവൻ ഇറാന്റെ നിയന്ത്രണത്തിലായി. എല്ലാ ദിവസവും കടലിടുക്ക് ശ്രദ്ധാകേന്ദ്രമായി. ആഗോള കപ്പൽ നീക്കത്തെ ബാധിച്ചു. എണ്ണവില കുതിച്ചുയർന്നു. യഥാർത്ഥ സാമ്പത്തിക നേട്ടം ടെഹ്റാനിന് മാത്രമായി. ഹോർമുസിന്റെ നിയന്ത്രണം ഇറാന് ഒരു സാമ്പത്തിക ഉപകരണമായി. എല്ലാറ്റിനും ഉപരിയായി പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിനും വലിയ കേടുണ്ടായില്ല. ഹിസ്ബുള്ള, ഹൂത്തികൾ, ഇറാഖി വിഭാഗങ്ങൾ എന്നിവയുടെ ശൃംഖല ഇറാൻ പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്തതാണ്. അത് പ്രവർത്തനക്ഷമമായി തുടരുന്നു. രണ്ട് ആണവ സായുധ എതിരാളികൾക്കെതിരെ പ്രകടമായ പ്രതിരോധശേഷി ഈ പ്രോക്സി ശൃംഖല കാട്ടി. അമേരിക്കയുടെ കണക്കുകൂട്ടലുകളിലേക്ക് വന്നാൽ അവർ നീണ്ടകാലം ഓർക്കുന്ന പ്രഹരമാണ് ഏറ്റുവാങ്ങിയത്. പുറത്തു കടക്കാൻ പ്രയാസപ്പെടുന്ന തരത്തിലുള്ള ഒരു കുരുക്കായി യുദ്ധം അവർക്ക്. ഉപരോധങ്ങളാൽ വീർപ്പുമുട്ടുന്ന പ്രാദേശികമായി ഒറ്റപ്പെട്ട ഒരു ശക്തിക്കെതിരെ നടത്തിയ യുദ്ധത്തിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള അമേരിക്കയുടെ കഴിവില്ലായ്മ പ്രതിധ്വനിക്കുന്നു. ഗൾഫിലെയും കിഴക്കൻ ഏഷ്യയിലെയും കിഴക്കൻ യൂറോപ്പിലെയും പങ്കാളികൾ അമേരിക്കയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കുന്നു. ഞങ്ങളുടെ ആയുധങ്ങൾ വാങ്ങുക, ഞങ്ങളുടെ താവളങ്ങൾ ആതിഥേയത്വം വഹിക്കുക, നിങ്ങളുടെ നിലനിൽപ്പിന് ഞങ്ങൾ ഗ്യാരണ്ടി നൽകും എന്ന പരോക്ഷമായ വിലപേശൽ അമേരിക്കൻ പ്രാദേശിക സ്വാധീനത്തിന് അടിവരയിടുന്ന ആയുധ സുരക്ഷാ മോഡൽ ഇനി വിൽക്കാൻ പ്രയാസമാണ്. ഉപരോധം അടിച്ചേൽപ്പിച്ച അമേരിക്ക തന്നെ ഹോർമുസിന്റെ നിയന്ത്രണം കൈകളിൽ കൊടുത്ത് ഇറാനെ സാമ്പത്തികമായി പുനരുജ്ജീവിപ്പിച്ചു. കൂടുതൽ ശക്തരാകുന്ന ഇറാൻ അമേരിക്കയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തലത്തിലേക്ക് ഇനി വളരുകയാണ്. അമേരിക്ക എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് എന്ന പ്രസിഡന്റ് അല്ല, ട്രംപ് എന്ന വ്യക്തിയാണ് മറ്റൊരു രാജ്യത്തിലേക്ക് യുദ്ധത്തിന് പോയത്. ഡൊണാൾഡ് ട്രംപ് തികച്ചും വ്യത്യസ്തമായ ഒരു അക്കൗണ്ടിംഗ് സ്ഥാപനം തന്നെയാണ്. സാമാന്യ യുക്തിക്ക് യോജിക്കാത്ത തരത്തിലുള്ള കണക്കുകളാണ് ട്രംപ് അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ട്രംപിന്റെ പ്രവർത്തികൾ അതാണ് കാണിക്കുന്നത്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി സ്വയം അവതരിപ്പിച്ച് യുദ്ധത്തിന് പോയി. തോൽക്കുന്ന യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിട്ട് അതാണ് വിജയം എന്ന് പ്രഖ്യാപിക്കുന്നു. സമാധാനത്തിനായി ഇറാൻ കേഴുന്നു എന്ന് പറഞ്ഞ് ഇറാന് മുന്നിൽ ആ അപേക്ഷ മുന്നോട്ട് വെച്ചതും ട്രംപ് തന്നെ. ദീർഘകാല ചെലവുകൾ, വിശ്വാസ്യത തകർച്ച, നാറ്റോ സഖ്യത്തോട് ഉൾപ്പെടെ കാട്ടിയ വഞ്ചന തുടങ്ങിയവയാണ് വെടിനിർത്തലിന് ശേഷമുള്ള അമേരിക്കൻ കണക്കെടുപ്പിലെ നേട്ടങ്ങൾ. ചുരുക്കത്തിൽ പ്രസിഡന്റും പ്രസിഡൻസിയും വ്യത്യസ്ത ദിശകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ വ്യതിചലനം തന്നെ ഒരു തന്ത്രപരമായ പരാധീനതയാണ്. ഇനി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാര്യം നോക്കാം. ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇസ്രായേൽ നിലനിൽക്കുന്നു. എന്നാൽ അതിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധത്തിന്റെ ഫലത്തെ അതിജീവിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. യുദ്ധം രാഷ്ട്രീയ നിലനിൽപ്പിനുള്ള ഒരു സംവിധാനമായിരുന്നു നെതന്യാഹുവിന്. സമ്പൂർണ്ണ വിജയവാഗ്ദാനം ഇസ്രായേലി ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളെ നെതന്യാഹുവിൽ നിന്ന് അകറ്റി നിർത്തി. നെതന്യാഹു ആഭ്യന്തരമായി ദുർബലനാണ്, നീതിന്യായപരമായി ദുർബലനാണ്. ഈ സംഘട്ടനത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നതിന് മുൻപ് തലപ്പത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. തനിക്കെതിരായ അഴിമതി കേസിൽ വിചാരണ തുടരുന്നത് സമാധാന നാളുകളിലായിരിക്കും. ആ വിചാരണ തടസ്സപ്പെട്ടു നിൽക്കുന്നത് യുദ്ധം കാരണമാണ്. ഹമാസുമായി യുദ്ധം ചെയ്ത് കുറച്ചുകാലം ആഭ്യന്തര പ്രശ്നങ്ങളെ അകറ്റി നിർത്തി. ഇപ്പോൾ ഇറാൻ യുദ്ധവും. യുദ്ധം നീളുന്തോറും ആ ആശ്വാസ കാലയളവ് കൂടും എന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ വെടിനിർത്തൽ ആ പ്രതീക്ഷ തകർത്തു. അതാണ് ഇപ്പോഴും ലെബനനെ ആക്രമിച്ച യുദ്ധം തുടർന്നു കൊണ്ടുപോകാൻ നെതന്യാഹു ശ്രമിക്കുന്നത്. ഇനി ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം നോക്കാം. യുദ്ധം ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാക്കിയ നാശം കഠിനമാണ്. GCC എന്നത് ഒരു ഏകശിലയല്ല. നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വെടിനിർത്തൽ അത് വ്യക്തമാക്കുന്നു. സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത്.
യുദ്ധസമയത്ത് സൗദിയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ തന്ത്രപരവും പ്രകടനപരവുമായിരുന്നു. റിയാദിലെ എണ്ണ സൗകര്യങ്ങൾ, വ്യോമ പ്രതിരോധ, വാസ്തുവിദ്യ, സാമ്പത്തിക ലൈഫ് ലൈനുകൾ എന്നിവ ഇറാന്റെ പ്രഹര പരിധിക്കുള്ളിലാണ് എന്ന് തെളിയിക്കപ്പെട്ടു. വെടിനിർത്തൽ നടപ്പിലായാൽ മിസൈൽ ആക്രമണം നിലയ്ക്കുമെന്ന് ആശ്വസിക്കാം എന്ന പ്രതീക്ഷ മാത്രമാണ് സൗദിക്കുള്ളത്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാമെന്ന ദൗർബല്യം സൗദിയെ അസ്വസ്ഥമാക്കുന്നു. സൗദി അറേബ്യ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് യുദ്ധത്തിലൂടെ കരുത്തരായ, ആത്യന്തികമായി അമേരിക്കയോട് വിജയിച്ച, പ്രാദേശിക ആധിപത്യമുള്ള ഇറാനോട് ചേർന്നാണ്. അമേരിക്കൻ സുരക്ഷാ ഗ്യാരണ്ടി എന്നത് പുകച്ചുരുളുകളായി വായുവിൽ സഞ്ചരിക്കുന്ന സങ്കല്പം മാത്രമായി. ഇനി UAEയുടെ കാര്യം. UAE മറ്റൊരു തരത്തിലുള്ള വിലയാണ് നൽകിയത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം ഒരു നിർണായക ഫലം നൽകുമെന്ന് വാതുവെച്ചുകൊണ്ട് അബുദാബി US യുദ്ധശ്രമങ്ങളുമായി പരസ്യമായി അണിനിരന്നു. പക്ഷേ തിരിച്ചടിയാണ് കിട്ടിയത്. ഇറാൻ UAEയുടെ സാമ്പത്തിക വ്യാപാര ഹബ്ബുകളിൽ ആക്രമണം നടത്തി. ടെഹ്റാൻ ഇഷ്ടാനുസരണം സങ്കീർണമാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം UAEയിൽ സൃഷ്ടിക്കാനായി. വെടിനിർത്തൽ UAEയുടെ പ്രശ്നങ്ങൾക്കുള്ള താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ചില ആക്രമണങ്ങൾ നേരിട്ടുവെങ്കിലും ഖത്തർ വലിയ പരിക്കില്ലാതെ നിലനിൽക്കുന്നു. നിഷ്പക്ഷതയും ഇറാനുമായുള്ള വാതക പരസ്പരാശ്രിതത്വം നിലനിർത്തിയതും അവർക്ക് രക്ഷയായി. എന്നാൽ അമേരിക്കൻ സുരക്ഷാ കുടയ്ക്ക് പരിധികളുണ്ട് എന്ന് കാട്ടാൻ ഖത്തറിലും ഇറാൻ മിസൈലുകൾ അയച്ചു എന്നത് മറക്കരുത്. ഇനി യുദ്ധത്തിലെ പങ്കാളികളല്ലാത്ത എന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ടവരിലേക്കും എത്താം. വെടിനിർത്തലിൽ പാകിസ്ഥാൻ വഹിച്ച പങ്ക് എല്ലാ അർത്ഥത്തിലും അപ്രതീക്ഷിതമാണ്. പാകിസ്ഥാന്റെ ആഗോള പ്രസക്തിയിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു ഇത്. പക്ഷേ ചില ഗൾഫ് രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ബ്രോക്കറേജിനെ നിഷ്പക്ഷമായല്ല കാണുന്നത്. വെടിനിർത്തൽ എന്നത് ടെഹ്റാനിലേക്കുള്ള ചായ്വായി അവർ വായിച്ചെടുക്കുന്നു. ചൈനയാകട്ടെ പുറത്തുനിന്ന് കളി കാണുകയാണ്. ആടുകൾ തമ്മിലിടിച്ച് തളരുമ്പോൾ ചോര കുടിക്കാമെന്ന് ചിന്തിക്കുന്ന കുറുക്കന്റെ ബുദ്ധിയാണ് ചൈനയ്ക്ക്. യുദ്ധത്തിന്റെ കെടുതികൾ ചൂണ്ടിക്കാട്ടി വെടിനിർത്തൽ അംഗീകരിക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചത് ചൈന തന്നെയാണ്. അതിന് ടെഹ്റാനുമായുള്ള സാമ്പത്തിക ബന്ധം ബെയ്ജിംഗ് പ്രയോജനപ്പെടുത്തി. യുദ്ധവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഇന്ത്യക്കും നേട്ടമുണ്ടായി. തന്ത്രപരമായ സ്വയംഭരണാധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി. എണ്ണവിലയിലെ ചാഞ്ചാട്ടം ഇന്ത്യയെ അധികം ബാധിച്ചിട്ടില്ല. ഹോർമൂസ് കടലിടുക്ക് അടച്ചപ്പോഴും ഇന്ത്യയിലേക്ക് എണ്ണയും വാതകവും നിർബാധമെത്തി. പാകിസ്ഥാനിൽ ഊർജ്ജ പ്രതിസന്ധി കടുത്തപ്പോഴും ഇന്ത്യയെ അത് ബാധിക്കാത്തത് ഇറാനുമായുള്ള ശക്തമായ ബന്ധം കാരണമാണ്. ഇപ്പോൾ മധ്യസ്ഥരായി നിൽക്കുന്ന പാകിസ്ഥാന് ഒരു ഘട്ടം വരെ ഹോർമൂസ് വഴി എണ്ണ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ വെടിനിർത്തൽ എന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കുന്നില്ല. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ശത്രുതയും അവസാനിപ്പിക്കുന്നില്ല. ഇറാൻ ആധിപത്യം പ്രകടമാക്കി. സൗദി അറേബ്യ അപകട സാധ്യത മനസ്സിലാക്കി. അമേരിക്കയുടെ സൈനികപരമായ പരിധികൾ വെളിപ്പെട്ടു. പക്ഷേ ട്രംപ് വിജയം പ്രഖ്യാപിച്ചു. അതാണ് പുതിയ ലോകക്രമം.